ബലൂചിസ്ഥാൻ ഖൈബർ പഖ്ത്വ അതിർത്തിക്ക് സമീപമുള്ള ദസനാർ മേഖലയിൽ കൊറ്റയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് പോകുകയായിരുന്ന യാത്രാ ബസ് ഷിറാനി സോബ് ഹൈവേയിൽ നിന്ന് തെന്നിമാറി ആഴമുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ് 40 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മെഡിക്കൽ എമർജൻസി റെസ്പോൺസ് സെന്റർ അറിയിച്ചതനുസരിച്ച് അപകട സ്ഥലത്ത് നിന്നും രക്ഷാപ്രവർത്തക സംഘം 40 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. പരിക്കേറ്റ 8 യാത്രക്കാരെ ചികിത്സയ്ക്കായി ജോബിലെ ട്രോമ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദി എക്സ്പ്രസ് ട്രിബ്യൂണലും അതോടൊപ്പം തന്നെ ഢാവും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 6 ആംബുലൻസുകൾ ഉൾപ്പെടെ 12 മെഡിക്കൽ എമർജൻസി ടീമുകൾ, അതോടൊപ്പം തന്നെ മെഡിക്കൽ ടെക്നീഷ്യന്മാർ, 10 ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എന്നിവ സംഭവ സ്ഥലത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഒരു വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് ആരംഭിച്ചത്. കാരണം വലിയ തോതിലുള്ള വലിയൊരു അപകടമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നിരിക്കുന്നത്. അപകടം റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ഷിറാനിലെ ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥരും പ്രാദേശിക രക്ഷാപ്രവർത്തകരും ആംബുലൻസുകളും അയൽ രാജ്യമായ ഖൈബർ പഖ്ത്വയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും ഈ പ്രവർത്തനത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി കൊണ്ടുപോകാനുള്ള നടപടികൾ തുടരുകയാണെന്നും ഷിറാനി ഡെപ്യൂട്ടി കമ്മീഷണർ അസ്രത് വാലി പറയുന്നുണ്ട്. കൂടാതെ മറ്റൊരു ബസ് തകരാറായതിനെ തുടർന്ന് അധിക യാത്രക്കാരെയും കയറ്റി അമിത ഭാരത്തോടെയാണ് ഈ ബസ് സർവീസ് നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് ഈ ബസ് ഖൈബർ പഖ്ത്വ മേഖലയിലേക്ക് വന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു ബസ് കേടായി കിടക്കുകയും അവിടെ യാത്രക്കാരുണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ആ യാത്രക്കാരെല്ലാം കൂടെ തന്നെ ഈ ബസ്സിലേക്ക് കയറി അങ്ങനെ അമിതമായ ഭാരം അതെല്ലാം കൂടെ താങ്ങാൻ പറ്റാതെ ബസ് കൊക്കയിലേക്ക് മറഞ്ഞു എന്നാണ് ലഭിക്കുന്ന സൂചന. കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്നൊരു പരിശോധനയും കൂടെ നടക്കുന്നുണ്ട്. വളവുള്ള ഒരു പർവ്വത പ്രദേശമാണ്. ആ പ്രദേശത്ത് വെച്ച് വണ്ടി വളച്ചപ്പോൾ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന സൂചന. അടിക്കടി ബലൂചിസ്ഥാനിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പിന്നിൽ അട്ടിമറികളാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മെയ് 29-ന് തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഒരു ബസ് റോഡിൽ നിന്നും തെന്നിമാറി മലയിടുക്കിലേക്ക് അവിടെ ഒരു കൊക്കയിലേക്ക് വീണ് 29 പേർ മരിച്ചതായാണ് ആശുപത്രിയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബാസിമ പട്ടണത്തിൽ പുലർച്ചെയാണ് അന്ന് അപകടം നടന്നത്. ടർബത്ത് നഗരത്തിൽ നിന്ന് കൊച്ചയിലേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു മലയോര പ്രദേശത്തെ വളവിൽ ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ നിയന്ത്രണം വിട്ട് അവിടെയും ഒരു പ്രധാനപ്പെട്ട കാരണമായി വന്നത് വളവ് എന്നാണ് ഡ്രൈവർ അന്ന് മൊഴി നൽകിയത്. അന്നും ഇതുപോലെ മരണസംഖ്യ 29ആയി. അടിക്കടി അവിടെ ഈ മരണങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വളവ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വരുന്നു. ബസ് ഓടിച്ചു വരുന്നവർ ഈ വളവ് കാണുന്നില്ലേ, അല്ലെങ്കിൽ വളവിൽ എന്തെങ്കിലും ഒരു അട്ടിമറിയോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ബാക്കി ഒരിടത്തും ഒരു അപകടം ഉണ്ടാകുന്നില്ല. ഈ ടേണിംഗ് പോയിന്റിൽ മാത്രമാണ് ബസ് മറിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം തന്നെ എല്ലാവരെയും സൃഷ്ടിക്കുന്നത്. കൂടാതെ സംഭവത്തിന്റെ കാരണം ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സുരക്ഷാ നടപടികൾ ദുർബലവും ഡ്രൈവർമാർക്ക് പരിശീലനം നല്ല രീതിയിൽ നൽകുന്ന പരിശീലനം വെറും മോശമായ രീതിയിൽ ഒരു പരിശീലനം നൽകുന്നു. ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും തകർന്ന് തരിപ്പണമാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. പാകിസ്ഥാനിൽ ഉയർന്ന മരണങ്ങളുള്ള ഒരു റോഡ് അപകടങ്ങൾ തന്നെ ഉണ്ടാകുന്നു. അതായത് റോഡിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ റോഡ് അറ്റകുറ്റപ്പണികൾ പാകിസ്ഥാനിൽ നടന്നു വരുന്നില്ല. എല്ലായിടത്തും കുഴിയുമായിട്ട് കിടക്കുന്നു. അങ്ങനെ വാഹനങ്ങൾ പോകുമ്പോൾ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് വാഹനങ്ങൾ വെട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ വണ്ടിയോടുകൂടി മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. കാരണം പാകിസ്ഥാനിലെ മിക്ക സ്ഥലങ്ങളും കൊക്കയും പർവ്വതനിരകളും കുഴിയുമൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ വണ്ടി മറിയുമ്പോൾ നേരെ തന്നെ വണ്ടി ചെന്ന് എവിടെയെങ്കിലും ഇടിച്ചത് ഒന്ന് പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കുഴിയിലേക്ക് വീണ് അപകടം ഉണ്ടാകുന്നു എന്നാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നത്. പല പ്രാവശ്യം പാകിസ്ഥാനിലെ മന്ത്രിമാരോട് ഈ റോഡ് നവീകരിക്കണം അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന പരാതിയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്.